നമസ്കാരം, ഞാൻ കൃഷ്ണകുമാർ, ഓറഞ്ച് ബിൽഡേഴ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മളൊരു പ്രൊഫഷണൽ കമ്പനികളെ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വെൽ സെറ്റിൽ അല്ലെങ്കിൽ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ടീമിനെ നമ്മൾ എന്തുകൊണ്ട് അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കറിയാം, എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു വീടെന്നുള്ളത്. ഒരു വീടെന്നുള്ളത് ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റുമല്ല. അപ്പോൾ അതിൽ തന്നെ നമ്മൾ അവിടെ ഡിപ്ലോയ് ചെയ്യുന്ന ടീമിനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡിപ്ലോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ളൊരു ടീമിനെ തന്നെ അതിന് നമ്മൾ ഡിപ്ലോയ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചോളം പ്രൊജക്റ്റിന് പല ഫേസസും ഉണ്ട്. പല ഫേസസ് മാത്രമല്ല, അതുപോലെ തന്നെ പല ആക്ടിവിറ്റീസും പല സ്പെഷ്യലൈസ്ഡ് വെൻഡേഴ്സും അതിൽ ഇൻവോൾവ് ആണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പല ടീമുകളെ ഒന്നിച്ച് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റിയുടെ സീക്വൻസ് അനുസരിച്ച് മുന്നോട്ട് പോകാനും ഒരു പ്രോപ്പർ കോർഡിനേഷൻ അവിടെ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഫേസ് തന്നെയായാലും ഒരു കോൺസെപ്റ്റ് ടു ആർക്കിടെക്ചർ ഡിസൈൻ. ആ ഡിസൈൻ വന്നു കഴിയുമ്പോൾ തന്നെ ഒരു പ്രോപ്പറായിട്ടൊരു ഡിസൈൻ നമ്മളൊരു വീടിന് വേണ്ടി ആദ്യം സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഡിസൈനിനനുസരിച്ച് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസൈൻ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഒരു ഡിസൈനിങ് ടീം അല്ലെങ്കിൽ ഒരു ടേൺകി കമ്പനി അല്ലെങ്കിൽ ഒരു ഡിസൈൻ സ്റ്റുഡിയോ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം മിസ് ഔട്ട് ആവാതെ തന്നെ അത് മാപ്പ് ചെയ്ത് നമുക്ക് വേണ്ട പ്ലാനിലോട്ട് എത്തിച്ചേരാം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ. ഈ പ്ലാൻ ചെയ്തതിൽ നിന്നത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു കണക്ഷൻ ബ്രിഡ്ജ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഒരു പ്രൊഫഷണൽ കമ്പനിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് നമുക്ക് ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു പ്ലാൻ, ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളത് പ്രാക്ടിക്കലാക്കുന്ന സമയത്ത് വളരെ അധികം ഹർഡിൽസ് ഉള്ളതാണ്. അവിടെയാണ് ആ ഒരു ബ്രിഡ്ജാണ് കറക്റ്റായിട്ട് ഒരു ബോട്ടിൽ നെക്കായിട്ട് ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ ഒരു ബോട്ടിൽ നെറ്റായിട്ട് വരുന്നത് ഈ കൺസ്ട്രക്ഷനും ഈ കോൺസെപ്റ്റും തമ്മിലുള്ളൊരു ബ്രിഡ്ജാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നോക്കുക. നമ്മൾ കറക്റ്റ് ടൈമിന് ഡ്രോയിങ്സ് റിലീസ് ചെയ്യിക്കുക, അതുപോലെ കറക്റ്റ് ടൈമിൽ വെൻഡേഴ്സിനോട് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് അവിടെ വരുന്നു, അതുപോലെ തന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ പാരലലി സീക്വൻസുമായിട്ട് സീരിയലുമായിട്ട് അതിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നു. ഇതെല്ലാം ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റിനെയും അതുപോലെ തന്നെ ഡ്യൂറേഷനെയും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് വെൻഡേഴ്സ് ആയാലും ലിഫ്റ്റ് ആയാലും പൂൾ കോൺട്രാക്ടേഴ്സ് ആയാലും ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ പ്രോപ്പറായിട്ടൊരു ടീമിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ അവിടെ സെറ്റിലായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ടേൺകി കമ്പനികളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെ A to Z കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ക്ലയൻറ്റ് ഓരോ വർക്കിന് വേണ്ടിയിട്ട് ഓരോ കോൺട്രാക്ടേഴ്സിനെ ഡിപ്ലോയ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരെ നമ്മൾ മീറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഇവിടെ വരുന്നില്ല. ഇവിടെ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ആയിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് ഒരു ടേൺകി പ്രൊജക്റ്റിലോട്ട് വരികയാണെങ്കിൽ അവിടെ ആ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് തന്നെയായിരിക്കും ക്ലയൻ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ സ്പെഷ്യലൈസ്ഡ് വർക്ക്സിൻ്റെ ടീമായിട്ടും കോർഡിനേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പല ആക്ടിവിറ്റീസ് ഒന്ന് തീർന്ന് അടുത്തത് എന്നുള്ള രീതിയിലല്ല, പല ആക്ടിവിറ്റീസും നമുക്ക് പാരലായിട്ട് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് തന്നെ കാണുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടൈലിംഗ് വർക്ക് നടക്കുന്നുണ്ട്, പാരലായിട്ട് ഇൻറ്റീരിയർ വർക്ക്സിൻ്റെ ഒരു ആക്ടിവിറ്റീസ് ഇവിടെ പാരലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ആ ഒരു സീക്വൻസ് അറേഞ്ച് ചെയ്താൽ തന്നെ പ്രൊജക്റ്റ് ഡ്യൂറേഷനും കോസ്റ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം കോസ്റ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടൈം മുന്നോട്ട് പോകുന്ന അനുസരിച്ച് നമുക്ക് ഇൻഡയറക്റ്റ് കോസ്റ്റ് വരികയാണ്. അതെല്ലാം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഒരു പ്രോപ്പർ നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു ടേൺകി വെൻഡർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ടീമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അതുപോലെ തന്നെ ഒരു ടേൺകി കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഡിസൈൻ കോൺസെപ്റ്റ് വളരെ നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു രീതിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് വേറൊരു ഡിസൈൻ വിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ടേൺകി പ്രോസസ്സിൽ തന്നെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് മുന്നോട്ട് പോവുകയായിരിക്കും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് വരിക. അതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസൈൻ ചെയ്യുന്ന ആൾ തന്നെ ആ ഒരു ടീം തന്നെ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഇറേഴ്സ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നമുക്കറിയാം എന്തൊക്കെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിസൈൻ പാരാമീറ്റേഴ്സ് നമ്മൾ എവിടെയെല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നും ആ ഒരു രീതി തന്നെയായിരിക്കും കൺസ്ട്രക്ഷൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടായിട്ടുള്ള കറക്റ്റ് ഇൻപുട്സും കാര്യങ്ങളും എല്ലാം ആ ഒരു പാറ്റേണിൽ തന്നെ പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് റീവർക്കോ അല്ലെങ്കിൽ മിസ്റ്റേക്സോ വരാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ടൈംലി കോർഡിനേഷൻ. അതായത് ഏതൊക്കെ വെൻഡേഴ്സ്
ഏതൊക്കെ സ്പെഷ്യലൈസ്ഡ് കോൺട്രാക്ടേഴ്സ് എപ്പോൾ ആ ഒരു പ്രൊജക്റ്റിലോട്ട് ലാൻഡ് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് എപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്, ഇതെല്ലാം വളരെ പ്രാക്ടിക്കലായിട്ട് ആ കറക്റ്റ് ടൈമിലായിരിക്കും ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നതും അതനുസരിച്ച് തന്നെ ആ ഒരു ടീം അവിടെ മൊബിലൈസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഈ അൺനെസസറിലി ടൈം ലാഗ് ആ ഒരു പ്രൊജക്റ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ അൺനെസറിലി ആ ഒരു ടൈം ലാഗ് അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പ്രൊജക്റ്റ് സ്മൂത്ത് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഓൺ ടൈമിൽ തന്നെ നമുക്ക് അതിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും പറ്റുന്നതാണ്. നമ്മൾ ഇൻഡിവിജ്വൽ കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വെൻഡേഴ്സായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റിന് പ്രോപ്പർ കോർഡിനേഷനാണ്. കാരണം എപ്പോഴും ഒരു ഡിഫറെൻറ്റ് ടീം പല ആക്ടിവിറ്റീസിലോട്ടും കൂടി വരുമ്പോൾ ഈ ടീമിനെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ക്ലയൻറ്റിന് ചിലപ്പോൾ അത് സാധിച്ചില്ല എന്ന് വരും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കറക്റ്റ് കോർഡിനേഷൻ, അതായത് കറക്റ്റ് ഡിസൈൻ കറക്റ്റ് ആ ഒരു ടൈം അനുസരിച്ച് തന്നെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് അവർക്ക് പറ്റിയൊന്നും വരില്ല. സോ ഓരോ വെൻഡേഴ്സ് അല്ലെങ്കിൽ ഓരോ ടീം വരുമ്പോഴും അവരുടെ മൈൻഡ് സെറ്റും അവരുടെ ഒരു പാറ്റേണും അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇവിടെ മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാനോ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ടീം ഉണ്ടാവുകയില്ല. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഇനീഷ്യലി ആ പ്രൊജക്റ്റിൽ കണ്ടിരുന്നത് അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 100% ആയിട്ട് അതിനെ ഡെലിവർ ചെയ്യാൻ പറ്റില്ല എന്ന് വരും. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എല്ലാ വർക്കും കൂടി ചെയ്യുന്ന ഒരു ടേൺ കീ പ്രോസസ്സിലോട്ട് നമ്മൾ പോകുമ്പോൾ ഈ വർക്ക് എല്ലാം പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്ത് എന്താണ് നമ്മൾ ഇനീഷ്യലി കമ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇനീഷ്യലി ഡിസൈൻ ചെയ്യുന്നത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. സോ നമുക്ക് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒരു ടീമിന് കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അതൊരു സ്മൂത്ത് ആയിട്ട് പോകും. അതിൻ്റെ പ്രോഗ്രസ് മാത്രം ക്ലയൻറ്റ് വാച്ച് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹോംവർക്ക്സ് ഒരുപാട് ചെയ്തിട്ട് വേണം ഈ ഒരു വർക്കിലോട്ട് അവർ പ്രൊസീഡ് ചെയ്യാൻ.